ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇന്നലത്തെ വീക്കെൻഡ് സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പോൾ ഇന്നലെ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ കണ്ടത് രഞ്ജിത്തിൻ്റെ എലിമിനേഷനാണ്. അപ്പോൾ രഞ്ജിത്ത് എലിമിനേറ്റ് ആയതിന് ഞാൻ യോജിക്കുന്നു. കാരണം രഞ്ജിത്തിൻ്റെതായിട്ടുള്ള ഒരു ഗെയിമോ സ്ട്രാറ്റജിയോ ഒന്നും കഴിഞ്ഞ ഒരാഴ്ച നമുക്ക് കാണാൻ പറ്റിയില്ല. പുള്ളി സ്ഥിരം ആ കിച്ചൺ ടീമിൽ തന്നെ അങ്ങ് ഒതുങ്ങിയിരിക്കണ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് കാരണം തന്നെ അത് പുള്ളി ഡിസേർവ്ഡ് ആയത് തന്നെയാണ്. കാരണം പുള്ളി ഒന്നും ചെയ്തിട്ടില്ല അവിടെ പ്രത്യേകിച്ചൊന്നും 1 വീക്കിൽ തന്നെ. അപ്പോൾ വെറുതെ 1-2 തവണ റന ഫാത്തിമയായിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി എന്നല്ലാണ്ട് പുള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഒന്നും കഴിഞ്ഞ ഒരാഴ്ച നമുക്ക് അവിടെ കണ്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടത് പരാതിപ്പെട്ടി ഇഷ്യൂ ആണ് ബിഗ് ബോസിനകത്ത്. അപ്പോൾ അതിനകത്തൊരു പരാതിയും കണ്ടിട്ടുള്ളത് അനീഷിനെതിരെയാണ്. അതിനകത്തൊരു മേജർ, ഇപ്പോൾ എല്ലാ പരാതിയും ഞാനിവിടെ പറയുന്നില്ല, മേജറായിട്ട് എനിക്ക് തോന്നിയ 1-2 പരാതി ഞാൻ പറയാം. അപ്പോൾ ഒന്നുള്ളത് നമ്മുടെ നൂറ ആതിര ഇഷ്യൂ ആണ്. ഈ അനീഷ് കുറേ തവണ അവരോട് പോയി ചോദിച്ചു അവരുടെ ഇഷ്യൂസും, നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് യോജിച്ചു കോണ്ടാക്ട് ചെയ്തുകൂടെ, അവരോട്ട് യോജിച്ച് പറ്റൂടെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അവർ. അപ്പോൾ എനിക്കതിനകത്ത് കണ്ടുള്ളത് അവർക്ക് ഓരോരുത്തരുടെ ക്യാരക്ടർ ഓരോ പോലെയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഒരാഴ്ച മാത്രം പരിചയമുള്ള ഒരാളോട് ചിലപ്പോൾ അനീഷിനെ പോലുള്ള ഒരാളോട് ചിലപ്പോൾ അവർക്ക് അവരുടെ പേഴ്സണൽ ലൈഫോ ഫാമിലി ലൈഫോ ഡിസ്കസ് ചെയ്യാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ അവർക്ക് പിന്നെ ചിലപ്പോൾ അനീഷിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി അങ്ങനെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകാരനായിരിക്കും അവർ കൂടുതലും അതിനെക്കുറിച്ചിട്ട് അനീഷിനോട് പറയാതിരുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഒരാൾക്ക് പറയാൻ താല്പര്യമില്ല എന്ന് മറ്റേ ആൾക്ക് മനസ്സിലായാൽ ആ ടോപ്പിക്ക് അത് അവിടെ തന്നെ നിർത്തണം. കൂടുതലും ചോദിച്ച് അവർ ഇറിറ്റേറ്റ് ചെയ്തിട്ട് അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് വരുത്തുന്ന ഒരു സിറ്റുവേഷൻ വരുത്തരുത്. അപ്പോൾ അവർക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ അനീഷ് അവിടെ തന്നെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു ആ ടോപ്പിക്ക്. പക്ഷെ അപ്പോഴേക്കും ചെറിയൊരു ഇഷ്യൂ ആയി, എല്ലാവരും വന്ന് ചോദിച്ചു എന്താണ് കാര്യം. അപ്പോൾ അതാണ് ഇന്നലത്തെ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് ഇന്നലെ അനീഷിൻ്റെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത് ഇതിനകത്ത് 2 കാര്യമുണ്ട്. ചിലപ്പം മേ ബി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അനീഷിന് ഇത് ഇങ്ങനെ ക്യാമറയുടെ മുമ്പിലും അത് കഴിഞ്ഞിട്ട് അനീഷ് പോയി പറയുന്നത് നമ്മൾ കണ്ടു. ഇവരുടെ ഫാമിലി റീയൂണിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുവഴി ക്യാമറയ്ക്കകത്ത് ഇങ്ങനെ പറയുമ്പോഴൊക്കെ പുള്ളിക്ക് സപ്പോർട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പം മേ ബി പുള്ളി വല്ല സ്ട്രാറ്റജി ഇറക്കാവാം. അല്ലെങ്കിൽ പുള്ളി സിൻസിയറായിട്ട് ചിലപ്പോൾ എന്തിനാണ് ഇഷ്യൂ വെക്കുന്നത്, സോൾവ് ചെയ്തുകൂടെ എന്ന് പറയാം, അങ്ങനെ ചെയ്യുന്നതും ആവാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. പുള്ളി നല്ലൊരു ഗെയിമർ ആയത് കാരണം മേ ബി സ്ട്രാറ്റജി ആയിരിക്കാം പുള്ളിയുടെ. അപ്പോൾ അതാണ് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത്. എന്തായാലും ഒരാളുടെ ഫാമിലി മാറ്ററാണ്. അപ്പോൾ അത് അവർക്ക് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ പുള്ളി ആ സെക്കൻഡിൽ തന്നെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. അത് ചെയ്തില്ല. അപ്പോൾ അതാണ് ഇന്നലെ ലാലേട്ടൻ്റെ ആ ഒരു അവരുടെ മുമ്പിലുണ്ടായിരുന്ന ആ ഒരു ഫസ്റ്റ് ഇഷ്യൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഈ പറഞ്ഞ പോലെ അനുമോളുടെ ഒരു ഇഷ്യൂ ആണ്. ജയിലിനകത്ത് ഇങ്ങനെ ആകാശം നിൽക്കരുത്, ഭൂമിയിലോട്ട് ഇറങ്ങി വാ എന്നൊക്കെ പറയുന്നൊരിതും. അപ്പം ഈ പറഞ്ഞ പോലെ അനുമോളാണെങ്കിലും ഇപ്പോൾ ജസ്ലിൻ്റെ ആ ഇഷ്യൂവിൽ ആ ഒരു ഇന്നർ അങ്ങനെ എന്തോ റെസ്റ്റ് റൂമിൽ ഇങ്ങനെ ക്യാമറയ്ക്കകത്ത് ഇങ്ങനെ കാട്ടി അങ്ങനെയുള്ളൊരിതിൽ അവരും ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ടൊന്നും അനീഷ് ആ സമയത്ത് ക്യാപ്റ്റനായിട്ട് പോലും അനീഷിനോടൊന്നും പറഞ്ഞിട്ടില്ല എന്താണ് സംഭവിച്ചതെന്നുള്ളതും. പിന്നെ ഇപ്പോൾ ജയിലിനകത്താണെങ്കിലും ഇപ്പോൾ അനീഷരത്തും അനുമോളും ജയിലിന് പുറത്ത് ഇവർക്ക് വാഷ്റൂമിൽ പോകാൻ വേണ്ടി പോയപ്പോൾ അവരെ വീട്ടിനകത്ത് ഒളിച്ചിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പം അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഒരു ക്യാപ്റ്റൻ നിലയ്ക്ക് അനീഷ് ചെയ്യണം. അത് അനീഷിൻ്റെ ഡ്യൂട്ടിയാണ്. ആ സമയത്ത് പോലും ഇവർ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെയാണ് സംസാരിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു റെസ്പെക്റ്റ് അല്ലാതെ ഒരു മര്യാദ ക്യാപ്റ്റനോടുള്ള ഒരു അനീഷിനോടല്ല ക്യാപ്റ്റനോടുള്ള ഒരു റെസ്പെക്റ്റ് അറ്റ്ലീസ്റ്റ് അവർ കാണിക്കണമായിരുന്നു. പക്ഷെ അവരതൊന്നും ചെയ്തില്ല. ഇപ്പോൾ അവരത്ര ഹാർഷായിട്ടാണ് അനീഷിനോട് സംസാരിച്ചത്. പിന്നെ വേറൊരു കാര്യം, അനുമോള് ജയിലിനകത്ത് നവീൻ ഒരു ലിപ് ബാം കൊടുത്തിരുന്നു അനുമോൾക്ക്.
അനുമോളത് യൂസും ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ലാലേട്ടൻ ചോദിച്ചു. അത് ചോദിച്ചത് വളരെ ശരിയായി. കാരണം ഇപ്പോൾ 2 ദിവസം മുമ്പ് ജസ്ലിൻ കൺസീലറോ ലിപ്സ്റ്റിക്കോ അങ്ങനെ എന്തോ യൂസ് ചെയ്തു പറഞ്ഞിട്ട് അനുമോളെയൊക്കെ ചോദിച്ചിരുന്നു, എന്താ സാധനങ്ങളൊന്നും മൊത്തം കൊടുത്തില്ലേ, എന്തിനാണ് പിന്നെ യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അവിടെ ജസ്ലിൻ യൂസ് ചെയ്ത് ജസ്ലിൻ്റെ തന്നെ സാധനമാണ്. പക്ഷേ ഇവിടെ അനുമോള് വേറൊരാളുടെ സാധനം യൂസ് ചെയ്തത് നവീൻ്റെ. പക്ഷേ ഈവൻ വീട്ടിനകത്താണ് യൂസ് ചെയ്തതായാലും തെറ്റ്, പക്ഷെ ഇത് ജയിലിനകത്താണ്. അപ്പോൾ അത് കുറച്ചും കൂടെ തെറ്റ് ആണ്. കാരണം ജയിലിനകത്ത് ഇങ്ങനെ ഒരു ശിക്ഷ പോലെ ഇങ്ങനെ കൊടുക്കുമ്പോൾ, ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് ലിബാം ഇട്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു തെറ്റാണ്. അപ്പോൾ അത് തന്നെ ചോദിച്ചത് വളരെ നന്നായി ലാലേട്ടൻ. അതാണ് എനിക്ക് വേറൊന്ന് തോന്നിയത്. പിന്നെ ഇതൊക്കെയാണ് മെയിൻ എനിക്കതിനകത്ത് തോന്നിയത്. പിന്നെ ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് ഷാനവാസ് ആയിരിക്കും ക്യാപ്റ്റൻ. അപ്പോൾ ഷാനവാസിൻ്റെ ക്യാപ്റ്റൻസി നന്നായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നാളത്തെ പ്രമോ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, ഇന്നത്തെ പ്രമോ. കാരണം അവർക്കൊരു റാങ്കിങ് ടാസ്ക് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഭയങ്കര ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അനീഷാണ് 1ാമത്തെ സ്ഥാനത്തിലോട്ട് നിൽക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അക്ബറും എല്ലാവരും പണിഷേഴ്സും എല്ലാവരും തല്ലുണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ബിഗ് ബോസ് താൽക്കാലികമായിട്ട് ഷോ നിർത്തിവെക്കുക, ടാസ്ക് നിർത്തിവെക്കുക, അങ്ങനെ കുറേ അനൗൺസ്മെൻറ്റ്സ് എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് നാളെ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.